ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുമ്പേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ്, ഒറിജിനൽ എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അലീനയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമത്തിലാണ്ടോ, കാരണം വല്യപ്പച്ചൻ പോയിരിക്കുകയാണ് പുനലൂർക്ക്. ഇനിയിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാന്ന് പറയുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം മാറിപ്പോയാലോ, അതുകൊണ്ട് ശരിക്കും അലീന ഒറ്റപ്പെട്ട പോലെ ആയി പോകാട്ടോ. വല്യപ്പച്ചനോട് ചോദിക്കേണ്ട, അവിടെ പോയി കഴിഞ്ഞിട്ട് എന്നെക്കുറിച്ച് എന്താ പറയാൻ പോണത്? അതോ ഇവിടെ ലാലിച്ചനൊരു താടകേനെ കൊണ്ടുവന്നിട്ടുണ്ട്, ലാലിച്ചന്റെ കവല കണ്ട മുട്ടുകാല് വെറുക്കും, അവള് ഭയങ്കരിയാണ് എന്നൊക്കെ ഞാൻ പറയും. എന്താ അത്രയും പറഞ്ഞാൽ മതിയോ എന്ന് വല്യപ്പച്ച ചോദിക്കുമ്പോൾ, ഓ ഒന്ന് പോ വല്യപ്പച്ച എന്നൊക്കെ അലീനെ പറയാണ്. അലീനെ ചോദിക്കേണ്ട, വല്യപ്പച്ച പോയിട്ട് പെട്ടെന്ന് തന്നെ വരുമെന്ന് ചോദിക്കുമ്പോൾ, മോളെ എനിക്ക് വേണമെങ്കിൽ ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ വരാം, പക്ഷെ അവിടെ പോയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടിട്ടാണെന്ന് പറയുമ്പോഴേക്കും അലീനക്ക് വിഷമം തോന്നുന്നുണ്ട്. ശരി വലിപ്പച്ച, എന്നാ വലിപ്പച്ചൻ പോയിട്ട് വാ എന്ന് അലീന പറയാണ്. അങ്ങനെ മനസ്സോടെ നമ്മുടെ അവധുക്കുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ചെയ്യണം കേട്ടോ. അലീന ആകെ വിഷമത്തിലായി പോവാണ്. വല്യപ്പച്ചൻ പോയ പോക്കി തന്നെ അലീന അവിടെ തന്നെ നിന്നിട്ട് ടാറ്റ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവിടെ അങ്ങ് ഇരുന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ലാലിച്ചൻ അവിടേക്ക് വരുന്നുണ്ട്. ലാലിച്ചൻ നോക്കുമ്പോൾ അലീനയുടെ മുഖത്ത് ആദ്യമായിട്ടാണ് ഇത്രമാത്രം വിഷമം കാണുന്നത്. അലീന ഒന്നും മിണ്ടുന്നില്ല, ആകെ വിഷമിച്ച് പെട്ടെന്ന് എന്തോ നഷ്ടപ്പെട്ട പോലെ അലീന വരാതെ തന്നെ അങ്ങനെ ഇരിപ്പാണ്. അത് കാണുമ്പോഴേക്കും ലാലിച്ചന് വിഷമം ആവുന്നുണ്ട്, എന്നാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടും തോന്നുന്നുണ്ട്. കാരണം താൻ ആ വീട്ടിലുണ്ട്, പക്ഷെ തന്നോട് ഇതുപോലൊരു അടുപ്പവും കാര്യങ്ങളൊന്നും കാണിക്കണില്ല. തൻ്റെ അപ്പം പോയപ്പോഴേക്കും അലീനക്ക് എന്താ ഒരു വിഷമം. അവൾക്ക് തൻ്റെ അപ്പനെ മാത്രമേ വേണ്ടൂ, വേറെ ഈ വീട്ടിൽ ആരെ കണ്ടെടുത്താൽ കണ്ടൂടാ എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ ലാലിച്ചനകത്തേക്ക് കയറി പോകുന്നുണ്ട്. കുറെ നേരം കഴിയുമ്പോൾ വീണ്ടും പുറത്തേക്ക് നോക്കുമ്പോൾ അലീന അതേ ഇരിപ്പ് തന്നെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അലീനക്ക് ആകെ വിഷമമായി പോവാട്ടോ. അലീന വേഗം മുറിയിലേക്ക് പോയിട്ട് നമ്മുടെ ബാലചന്ദ്രനെ വിളിക്കാണ്. ബാലചന്ദ്രൻ ആ സമയത്ത് ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ മോളെ അലീന, എന്ത് ചെയ്യാ? ഭക്ഷണമൊക്കെ കഴിച്ചോ മോള്? കഴിച്ചു അച്ഛാ. അച്ഛൻ കഴിച്ചോ? കഴിച്ചല്ലോ. ഇന്നിവിടെ മനു വന്നിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പുറത്തേക്ക് പോയത്, പിന്നെ ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് തിരിച്ചു വന്നതാണ്. ആണോ? മനുവേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു ഇടയ്ക്ക് അവിടെ വരണോന്ന്. എന്നോട് പറഞ്ഞു. അങ്ങനെയൊക്കെ ജീവിച്ചു പോന്നു. മക്കളില്ലേ, മരിക്കാൻ പാടില്ലല്ലോ. ഒന്നല്ല 4 മക്കളല്ലേ ഉള്ളത്. നിങ്ങളെയൊക്കെ വിചാരിച്ച് മാത്രമാണ് ഈ അച്ഛൻ ജീവനോടിരിക്കുന്നത്. അച്ഛ അങ്ങനൊന്നും പറയല്ലേ അച്ഛാ, നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് നമ്മൾ ജീവിച്ച് തന്നെ തീർക്കണം. ഇനിയിപ്പോ നമുക്ക് ഇനിയൊരു ജീവിതമോ ജന്മോ നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയല്ലേ, ഉള്ള സമയത്ത് നമുക്ക് ജീവിച്ച് തീർക്കാച്ച. എന്തൊക്കെ ഇല്ലെങ്കിലും അച്ഛനെ ഈ ഞാനില്ലേ, ബബിത മോള്, കൃഷ്ണമോള്, രോഹി ഒക്കെ ഇല്ലേ, നമ്മുടെയൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞ് പേരക്കുട്ടികളെയൊക്കെ കൊഞ്ചിച്ച് അച്ഛൻ അങ്ങടെ കഴിയട്ടെ അച്ഛ എന്ന് പറയാണ്. കൊള്ളാരോടി, നീ എന്നെ 10-100 വയസ്സ് വരെ ജീവിപ്പിച്ചെടുക്കോ? അത് കൊള്ളാം, 100 വയസ്സോ? അപ്പൊ അത് കഴിഞ്ഞിട്ടോ എന്ന് അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ ചിരിക്കണം. അല്ല, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ വിശേഷം, വല്യപ്പച്ചൻ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി. ആണോ? അപ്പോ നീ അവിടെ ഒറ്റപ്പെട്ട പോലെ ആവുമല്ലോ. അല്ല, വല്യപ്പച്ചനോട് നീ ഭയങ്കര കൂട്ടായിരുന്നല്ലോ. അതെ, വല്യപ്പച്ചൻ പോയപ്പോ വല്ലാത്ത വിഷമമായി. ഈ വലിയ വീട്ടില് എന്തോ ഒറ്റപ്പെട്ട പോലെയായി. ആരൊക്കെയോ കൂട്ടിലിട്ടൊരു പക്ഷി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ അവസ്ഥയായി എനിക്ക്. നീ ലാലി സ്റ്റാൻഡ് എടുത്ത് നല്ല സ്നേഹത്തിലൊക്കെ പെരുമാറുമോളെ. അയാള് പട്ടാളത്തിലേക്ക് ആയിരുന്നില്ലേ, അതിന്റെ കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്ത് ചിട്ടവട്ടങ്ങൾ? ഇത് വെറും അഭിനയ, മുൻപിൽ വെറുതെ കാണിക്കുന്നതാ. ഉള്ളില് ചിലപ്പോ പാവമായിരിക്കും, എന്നാലും അഹങ്കാരം വിട്ടു കൊടുക്കില്ല. ഞാനായിട്ട് ഒത്തുപോകുന്നു തോന്നുന്നില്ല അച്ഛാ. അത് മാത്രല്ല, ഏത് നേരം കുടിയോടുകൂടി. അങ്ങനെ ചെയ്യില്ലെന്ന് പറ. നീ വിചാരിച്ച നിർത്താൻ പറ്റാത്ത എന്തെങ്കിലും ദുശീലുണ്ടോ? നീ വിചാരിച്ചതെ ആരെ വേണമെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാം. സത്യം പറഞ്ഞാലേ, നീ വിചാരിച്ച കുടിയെന്നല്ല, ഏത് വൃത്തികെട്ട സ്വഭാവമാണെങ്കിലും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. നിനക്ക് അതിനുള്ള മരുന്ന് കയ്യിലുണ്ടല്ലോ. മരുന്നോ? എന്ത് മരുന്ന്? അല്ല, സ്നേഹമെന്ന മരുന്ന്. അതെല്ലാവരുടെ കയ്യിലുള്ളല്ലേ അച്ഛാ? എല്ലാവരുടെ കയ്യിലുണ്ട്, പക്ഷെ സ്നേഹം മാത്രം അത് മരുന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിന്നെ പോലത്തെ കുറച്ച് മാലാക കുട്ടികൾ വേണം, എങ്കിൽ മാത്രമേ പറ്റൂ. നീ നോക്ക്, സ്റ്റാൻലിയുടെ ആ കുടി നിർത്താൻ വേണ്ടി പറഞ്ഞേക്കെ. അയ്യോ അച്ഛാ, രാവിലെ തുടങ്ങും കുടിക്കാൻ. രാവിലെ, ഉച്ചക്ക്, വൈകിട്ട്, രാത്രി കുടിയോടുകൂടി. ഭക്ഷണത്തിന് മുമ്പ്, ഭക്ഷണത്തിന് ശേഷം മരുന്ന് കുടിക്കണ പോലെയാ കുടിക്കുന്നത്. ഒരു ദിവസം എത്ര കുപ്പിയാ കുടിക്കണേന്ന് അറിയാവോ മോളെ? ഇങ്ങനെ കുടിച്ചിട്ടുണ്ടല്ലോ, സ്റ്റാൻലിയുടെ കരളും കിഡ്നിയും എല്ലാ സംഭവങ്ങളും, ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളും ഓർഗൻസും അടിച്ചു പോകൂ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അലീനയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, നോക്കും, ലാലിച്ചെന്ന് പറഞ്ഞാൽ നിന്റെ സ്റ്റാൻലി, നിന്റെ പപ്പ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അവിടെ ഒരു നിലനിൽപ്പുള്ളൂ. അറിയാലോ, നിന്റെ പപ്പ ഇല്ലെങ്കിൽ പിന്നെ അവിടെയുള്ള ആരും നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് നീ വിചാരിക്കരുത്. ചിലപ്പോൾ നിന്നെ തൂക്കിയെടുത്ത് പുറത്തേക്കിടും. നമ്മുടെ അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം മക്കൾക്ക് വില ചില സ്ഥലങ്ങൾ ഉണ്ടാവുള്ളൂ. അതുപോലെ നിനക്ക് ഇപ്പോൾ നിന്റെ വല്യപ്പച്ചൻ കൂടെ ഉണ്ടെങ്കിലും അദ്ദേഹം പ്രായമുള്ളൊരു മനുഷ്യനല്ലേ. അതുകൊണ്ട്
അതുകൊണ്ട് നിനക്ക് നിന്റെ ആ പപ്പയുടെ സാമീപ്യം അതുപോലത്തെ പപ്പയുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് കുടി ഇന്നത്തോടെ നിർത്തിപ്പിച്ചോ മോളെ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലല്ലോ നിന്റെ പപ്പയുടെ നിനക്ക് അധിക നാൾ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. എന്റെ കുടി പോലും നിർത്തിപ്പിച്ചവളല്ലേ നീ. ഡിപ്രഷനിൽ പോയാൽ എന്റെ കുടി നിനക്ക് നിർത്തിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്റെ അത്രയും ഡിപ്രഷനും വിഷമമൊന്നും ഈ പറയുന്ന സ്റ്റാലിക്കില്ലല്ലോ നിന്റെ പപ്പക്ക്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടി നിനക്ക് പെട്ടെന്ന് നിർത്തിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് മോളെ ഞാൻ പറയണത് നീ കേക്ക്. എത്രയും പെട്ടെന്ന് ആ കുടി നിർത്തിപ്പിച്ചോട്ടോ. ഇനി നിന്റെ ടാർഗറ്റ് അതായിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി അച്ഛാ, എല്ലാം മനസ്സിലായി. അല്ല പിള്ളേരൊക്കെ ക്ലാസ്സിൽ പോയോ? എല്ലാവരും പോയിട്ടുണ്ട്. അല്ല അച്ഛൻ തിരിച്ചിനിപ്പോ ജ്വല്ലറിയിലേക്കാണോ ടെക്സ്റ്റൈൽസിലേക്കാണോ? രണ്ടിടത്തിനും പോണം മോളെ. ബിസിനസ് ഒക്കെ ഇപ്പൊ ഓണോ ചിങ്ങോ ഓണോ ഒക്കെ ആയതുകൊണ്ടേ കുറച്ച് ടാസ്ക് ആണ്. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. എത്ര തിരക്കുണ്ടെങ്കിൽ അച്ഛൻ ഭക്ഷണം കഴിക്കണം കേട്ടോ എന്നൊക്കെ അലീന പറഞ്ഞിട്ട് ഫോം വെക്കാണ്. അതിനുശേഷം അലീന എങ്ങനെയെങ്കിലൊക്കെ തന്നെ പപ്പയുടെ കുടി നിർത്തിയേ പറ്റൂ എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അലീന. അതിന് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, താൻ നിരാഹാരം കിടക്കുക എന്നിങ്ങനെ വിചാരിച്ചിട്ട് അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഭക്ഷണം കഴിക്കാൻ സമയമായി. അലീന അലീന എന്ന് സ്റ്റാൻലി വിളിക്കുമ്പോൾ കേൾക്കാത്ത പോലെ അലീന അങ്ങനെ തന്നെ നിൽക്കാണ്. സ്റ്റാൻലി അടുത്തേക്ക് വരുന്നുണ്ട്. അലീന, ഞാൻ നിന്നെ എത്ര വട്ടമായി വിളിക്കണത്, നിനക്ക് എന്താ ചെവി കേട്ടൂടെ? ഓ എനിക്കൊന്നും വേണ്ട. അതെന്താ? എന്തൊക്കെ വന്നാലും കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചിരിക്കണം. അത് കൊള്ളാലോ. എനിക്ക് ഭക്ഷണം വേണ്ട. വിശക്കാതെ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അലീന, ഞാൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്, മര്യാദക്ക് ഭക്ഷണം കഴിക്കേ. നീ എന്താ എന്നെ തോൽപ്പിക്കാനുള്ള ഉദ്ദേശമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. പപ്പ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ഓ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുടിച്ചാൽ മതിയല്ലോ. പപ്പക്ക് അതല്ലേ ഏറ്റവും വലുത്. എനിക്കറിയാം പപ്പക്ക് എന്നെക്കാളും ഏറ്റവും വലുത് ആ മദ്യ ബോട്ടിലുകളാണെന്ന്. അലീന, നീ എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു. നോക്ക്, ഞാനൊരു മിലിറ്ററിക്കാരനാണ്, റിട്ടയർഡ് കേണലാണ്. അപ്പൊ കുറച്ച് മദ്യപിച്ചെന്നൊക്കെ വരും. ഓ പിന്നെ ഈ കേണൽമാർക്ക് മദ്യപിക്കണമെന്നുണ്ടെങ്കിൽ അത് ആ പട്ടാളത്തിൽ നിൽക്കുമ്പോൾ കുറച്ചൊക്കെ മദ്യപിക്കുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ റിട്ടയർഡായി വീട്ടിലിപ്പോ വെറുതെ ഇരിക്കുക. മാത്രമല്ല പ്രായം കൂടി വരുന്നു. ഇനിയിപ്പോ അവസ്ഥ അറിയാലോ, പ്രായം കൂടി വരുന്നവരും അസുഖവും കൂടി വരും. അപ്പൊ മദ്യപാനം ഒന്ന് നിർത്തിക്കൂടെ? എന്റെ പപ്പ, അതായത് നിന്റെ വല്യപ്പച്ചൻ വിചാരിച്ചിട്ടും എന്റെ മദ്യപാനം നിർത്താൻ സാധിച്ചിട്ടില്ല. അതിനെ മദ്യപിക്കാൻ വേണ്ടി മാത്രം എന്ത് പ്രശ്നമുള്ളത്? എന്തായാലും എന്റെ അച്ഛന്റെ അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ആ വീട്ടിലുള്ള അത്രയും പ്രശ്നങ്ങളൊന്നും അതിൽ പകുതി പോലും ഈ വീട്ടിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നില്ലെങ്കിലും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണ വല്യപ്പച്ചൻ കൂടെ തന്നെയില്ലേ? അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ മദ്യപാനം ഒന്നും പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അങ്ങനെയാണോ? എങ്കിലും എനിക്ക് ഭക്ഷണവും വേണ്ട എന്ന് പറയാണ്. അലീന, നീ വെറുതെ കളിക്കല്ലേ, ഞാനേ പച്ചവെള്ളം കുടിച്ച് വയറ് നിറച്ചോളാം. ഓ നിന്റെ ഒരു കാര്യം അലീന, പ്ലീസ് മോളെ നീ എന്തിനു കഴിക്കേ എന്ന് പറയാണ്. അലീന വാശിക്കില്ല, കഴിക്കില്ല. നീ കഴിച്ചില്ലെങ്കിൽ വേണ്ട, ഞാൻ കഴിക്കും എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി ഡൈനിങ് ടേബിളിൽ പോയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഇറങ്ങുന്നില്ല കേട്ടോ ഭക്ഷണം. അവിടുത്തെ ദേഷ്യത്തിൽ സ്റ്റാൻലി വേഗം റൂമിലേക്ക് പോവാണ്. ശേഷം രാത്രി ആകുമ്പോൾ നോക്കുമ്പോൾ അലീന ആകെ വിഷമത്തിൽ ഇങ്ങനെ മൂലക്ക് ഇരിക്കാട്ടോ. അലീന അടുത്ത് കുറെ സംസാരിച്ച് ഇങ്ങനെയൊക്കെ പിണക്കം മാറ്റി ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അലീന ഒരു വാക്ക് ചോദിക്കുകയാണ്, പ്ലീസ് പപ്പ ഇനി കുടിക്കല്ലേ. പപ്പ കുടിച്ചെന്ത് സംഭവിച്ച എനിക്ക് ആരുണ്ട്? അത് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് വേറെ ആരുമില്ല പപ്പ. ഇനി വേറെ ഇവിടെ പോവാനുമില്ല എനിക്ക്. പപ്പ പ്ലീസ്, എന്നെ സ്നേഹിക്കുന്ന പപ്പയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ദൈവത്തെ ഓർത്ത് ഇനി കുടിക്കരുത് എന്നൊക്കെ അലീന പറയുന്നുണ്ടെങ്കിലും സ്റ്റാൻലി വാക്ക് കൊടുക്കണ്ട ഇനി കുടിക്കില്ലെന്ന്. പക്ഷെ പെട്ടെന്നൊന്നും നിർത്താൻ പറ്റില്ലല്ലോ. പിന്നീട് അലീന കുറച്ച് പൊടിക്കൈകളൊക്കെ എടുത്തിട്ട് നമ്മുടെ സ്റ്റാൻലിയുടെ കുടി അങ്ങ് നിർത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളി ഭാഗങ്ങളാണ് വരാൻ വേണ്ടി പോണത്. പിന്നെ നോവലില് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പൊ സീരിയലിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവിടെ ഇവിടെയും വരുത്തുന്നുണ്ട്. ശരിക്കും നല്ല മാറ്റം വരാൻ പോകുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ബുക്കിൽ നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ബുക്ക്, അതായത് ഇവരുടെ ബുക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ സീരിയലിൽ ഇനി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അല്ല പഴയ നോവൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.